നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുങ്കേശാണ് പുളികാപ്പൻ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അത്താഴം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു മുട്ട ഒന്ന് വറുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഐറ്റംസൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിക്കണം, ഇതൊന്ന് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. പാൻ ഒന്ന് അടുപ്പേ വെച്ചിരിക്കുകയാണ്. സ്വല്പം വെളിച്ചക്കുറവുണ്ട് കേട്ടോ കൂട്ടുകാരെ, ക്ഷമിക്കണേ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുട്ട ഒഴിക്കുകയാണ് കേട്ടോ. സ്വല്പം നമ്മുടെ ഉള്ളി അരിഞ്ഞത് ഇച്ചിരി വലുതായി പോയെന്ന് തോന്നുന്നു, സവാള. അതുകൊണ്ടിത് മറിക്കുമ്പോൾ എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, ഇതൊന്നും മറിച്ചിടാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക്. വീഡിയോ എടുക്കുകയും കൂടെ വേണ്ടേ കൂട്ടുകാരെ. അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇച്ചിരി കൂടി പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഇതൊന്ന് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരല്പം പച്ചടിയുണ്ട്, ഒരിച്ചിരി നാരങ്ങാച്ചാറുണ്ട്. ഒഴിച്ചു കൂട്ടാൻ ഇച്ചിരി മീൻകറി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ട കൂടെ എടുത്ത് ആ മുട്ട തയ്യാറാക്കിയ പാത്രം ഒന്ന് കഴുകി വെക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടുകാരെ, ആ പാത്രം ഒന്ന് കഴുകി വെച്ച് കഴിയുമ്പോൾ തൃപ്തിയാവും നമുക്ക്. അപ്പോൾ ഇപ്പോൾ വൺ സൈഡ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, മുട്ടയായിട്ടുണ്ട്. എൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ആ മുട്ട ഇട്ടു. സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇനി പാത്രം കഴുകുന്നൊരു ചടങ്ങുണ്ട് കൂട്ടുകാരെ. അപ്പോൾ പാത്രം തേത്ത് കഴുകാൻ പോവുകയാണ്. സ്ക്രബ്ബറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അമ്മ അപ്പുറത്ത് പോയി. കാരണം എൻ്റെ മാമൻ്റെ മകൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ 28 നാൾ. കാരണം അപ്പുറത്തോട്ട് പോയിരിക്കുക അമ്മ. അപ്പോൾ പാത്രം ഒന്ന് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാം. ഇനി നമ്മുടെ ചട്ടകം കൂടെ കഴുകണം. അപ്പോൾ കൂട്ടുകാരെ, ചട്ടകമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് വൈകിട്ട് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എൻ്റെ മുറിയിലേക്ക്, അമ്മയുടെ ഇരുന്ന് കഴിക്കുന്ന മുറിയിലേക്കൊന്ന് വന്നിരിക്കുകയാണേ. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത്താഴം കഴിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞു. ഇതേ കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വവും നന്ദിപൂർവ്വവും തുങ്കേശ് പുളികാപ്പൻ. ഗുഡ് നൈറ്റ്, ടാറ്റ, ശുഭരാത്രി.